ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയാണ് കേട്ടോ ഇത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ലുലുവിൽ പോവുകയാണേ. അപ്പോൾ ലുലുവിൽ പോയപ്പോൾ തന്നെ ദേ കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചുമപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് 2 വാങ്ങി. പിന്നെ കറി വയ്ക്കാനായിട്ട് ഞാൻ ചെറിയ ചെറിയ മീനിൻ്റെ ഭാഗത്തോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ മത്തിയും ഉണ്ടായിരുന്നു, കൊച്ചയിലയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1/2 കിലോ കൊച്ചയിലയാണ് വാങ്ങിച്ചത്. വലിയ മീനൊന്നും വേണ്ടല്ലോ. പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകൾ വേണമായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് നോക്കിയപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 3 പാത്രങ്ങളുടെ അടങ്ങുന്ന ഒരു സെറ്റിന് 10 ദിർഹംസ് ആയിരുന്നു. അതും അത്യാവശ്യം കുറച്ച് പച്ചക്കറി അരിയൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. ഇങ്ങോട്ട് ടാക്സിക്കാട്ടോ വന്നേ. അങ്ങനെ അതേ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ഇത് അടുക്കി ഒതുക്കി വെക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നമ്മൾ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ കുറേ ഈ ജ്യൂസ് കുടിച്ചു. ഈ ജ്യൂസ് കുടിച്ചാലൊന്നും നമ്മുടെ ദാഹം തീരത്തില്ല. കാരണം 50 ഡിഗ്രിയോ 40-49 ഡിഗ്രി എങ്ങാണ്ട് ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇതാദ്യം വന്ന് കുടിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളവും കൂടി കുടിച്ചിട്ടാണ് ഞാൻ ഇത് ഒതുക്കാനിരുന്നത്. അപ്പോൾ അമ്മ തന്നുവിട്ട സാധനമൊക്കെ അങ്ങനെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനും ഉണ്ട് ഇതിനിടയ്ക്ക്, ഇത് പൂത്തു പോകുമോ എന്നൊക്കെ. ഇത്രയും ഇതായിട്ട് എൻ്റെ അമ്മ പാവം മുളകും മല്ലിയും എല്ലാം കഴുകി ഉണക്കി പൊടിച്ച് തന്നു വിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് നശിപ്പിച്ച് കളയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. കാരണം നമുക്ക് സാധനങ്ങളുടെയൊക്കെ ആ ഒരു വാല്യൂ അറിയാവുന്നതുകൊണ്ട് ഓരോ സാധനവും ചീത്തയായി പോകുമ്പോൾ നല്ല വിഷമം തോന്നും. ഇത് കുടംപുളിയാണ്. ഇത് നമ്മുടെ സജിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ സജിക്ക് കൊണ്ടുപോകാൻ വേണ്ടി സജിയുടെ അമ്മ കൊടുത്തു വിട്ടതാണ്. പക്ഷേ അതിനകത്തുനിന്ന് പാറു എനിക്കും കൂടി കുറച്ച് തന്നു വിട്ടു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ ദേ സാധനങ്ങളെല്ലാം മുളക് പൊടി 2 ടൈപ്പ് ഉണ്ടായിരുന്നു. എരിവുള്ളതും എരിവില്ലാത്തതും ഉണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. ഇതെല്ലാം തന്നു വിട്ടു. ഇതെല്ലാം ഒരു കൊല്ലത്തേക്ക് കണക്കാക്കി കേട്ടോ അമ്മ തന്നു വിടുന്നത്. കറക്റ്റായിരിക്കും. ഏകദേശം ഞാൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്കിന് 100 ഗ്രാം 50 ഗ്രാം മിച്ചം കാണും. പക്ഷേ ഇത് ഇത്തവണയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ കൊണ്ടുവന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഇച്ചിരി കൂടി തീരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കൊച്ചു പാത്രത്തിനകത്തോട്ടൊന്നും ഇട്ട് വെച്ചില്ല. എല്ലാം നമ്മുടെ ഈ ഡബ്ബയ്ക്കകത്തോട്ട് തന്നെ മാറ്റി വയ്ക്കുക. വിയർത്തൊലിച്ചിട്ട് മുടിയൊക്കെ കഴുത്തേൽ പറ്റിപ്പിടിച്ചിട്ട് എനിക്ക് ചൊറിയുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു അലർജി ഉള്ളതുകൊണ്ട് ദേഹത്തിന് മൊത്തം ചൊറിച്ചിലാണ്, കൈവെള്ള വരെ. നമുക്ക് എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ ആ ഒരു പ്രശ്നം കാരണം. പിന്നെ നമുക്ക് നമ്മുടെ ജോലി നമുക്ക് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ച് വന്നു. കാരണം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെല്ലാവരും നടക്കുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ ദൂരെയാണേലും എനിക്ക് നല്ലൊരു ജോലി കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമല്ലോ. കാരണം നമ്മൾ ചെറുതിലെ നമ്മൾ കുറേ ബുദ്ധിമുട്ടിയൊക്കെ വളർന്നവരായതുകൊണ്ട് നമുക്കിപ്പോൾ ദൈവം തരുന്ന ഓരോ നേട്ടവും, അതിപ്പോൾ ജോലിയായിട്ടാണേലും എന്തായിട്ടാണെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിനോട് നന്ദി പറയും കേട്ടോ. കാരണം ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന ഓരോ ഇതും ദൈവത്തിനോടത് ഓരോ പിടിച്ചോറിനാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ്. അങ്ങനത്തെ നമ്മുടെ അരിയൊക്കെ എടുത്ത് വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് പൊതിഞ്ഞ് വെച്ചിരുന്ന റാഗിപ്പൊടിയും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബക്കറ്റിൽ നിന്ന് ഞാൻ മാറ്റി. അരി ആകെ ഇത്രയും മിച്ചം ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ പിന്നെ ഞാൻ പുതിയ അരി വാങ്ങിയായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് എനിക്ക് 1-2 ഉച്ചനെ കണ്ടതുപോലെ തോന്നി. ഉച്ചനല്ലായിരുന്നു സത്യത്തിൽ, അത് മറ്റേ റാഗിപ്പൊടിയുടെ എന്തോ പൊട്ടി വീണ് കിടന്നതായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ അരി പൊട്ടിച്ചിട്ട്, ഞാനിപ്പോൾ പവിഴം എന്ന് പറയുന്ന, നമ്മൾ അതിൻ്റെ ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ല, പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ പവിഴം അരിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലും പവിഴമാണ് കേട്ടോ, പുന്നപ്ര വീട്ടിലും പവിഴം അരിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വലിയ ഷോപ്പിങ്ങൊന്നും അല്ലായിരുന്നു ഇന്ന് ലുലുവിൽ പോയപ്പോൾ നമ്മൾ ചെയ്തത്. അരി വാങ്ങിച്ചു, പിന്നെ മല്ലിയില, പുതിനയില, പച്ചമുളക്, തക്കാളി, കിഴങ്ങ്, പിന്നെ ജ്യൂസ്, എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ്. ഈ റസ്ക് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും, അത് ഇന്ന് തുടങ്ങിയ ശീലമല്ല, എനിക്കും എൻ്റെ അനിയത്തിക്കും, അതായത് പാറുവിനും എനിക്കും കുഞ്ഞുനാളിലെ തൊട്ടേ അങ്ങനെ ചായ കുടിക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ അത് വാങ്ങി. പിന്നെ തേങ്ങ കണ്ടോ, ഞാൻ മറ്റേ പാക്കറ്റ് തേങ്ങ വാങ്ങിക്കത്തില്ല കേട്ടോ. ഇങ്ങനത്തെ മുഴുവൻ തേങ്ങ വാങ്ങിച്ചിട്ട് എനിക്ക് ചിലവില്ലാത്തത് കൊണ്ട് തേങ്ങ കൊത്താക്കിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക പതിവ്. അങ്ങനെ ഈ സാധനമൊക്കെ വാങ്ങി അരിയൊക്കെ പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിനകത്തൊക്കെ ഇട്ടു. അപ്പോൾ ഏകദേശം 12-12:30 ആയായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. പിന്നെ മീനൊക്കെ അവർ വെട്ടിത്തരും. നമ്മളിവിടെ കൊണ്ടുവന്ന് നല്ലതായിട്ട് തേച്ച് കഴുകി എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിയും. എന്നിട്ടും നമ്മളിന്ന് ചോറൊക്കെ തിന്നപ്പോൾ ഏകദേശം 2-2:30 ആയായിരുന്നു. അങ്ങനെ അരിയെല്ലാം പൊട്ടിച്ചിട്ട്
പിന്നെ സാധനമൊക്കെ ഒതുക്കി വെച്ച് ചോറും മീൻ പീര പറ്റിച്ചതും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ശനി ഞായറും അല്ലേ അവധി, തിങ്കൾ തൊട്ട് വെള്ളി വരെ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള ദിവസമൊക്കെ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കും. എന്തെങ്കിലും അല്ല, അത്യാവശ്യം എനിക്ക് ജോലി ചെയ്യുന്നതിന് മടിയില്ലാത്തതുകൊണ്ടും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ മടിയൊന്നുമില്ല നമുക്ക്. എങ്കിലും കാര്യമായ ഷോപ്പിംഗ് എല്ലാം ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നടക്കുക. അങ്ങനെ ഇതെല്ലാം വെച്ച് സെറ്റാക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ അടുക്കി പെറുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം. അനിയത്തിക്ക് പാറൂനാണെങ്കിൽ അതിനകത്തൊന്നും ഒരു മടിയുമില്ല കേട്ടോ. എനിക്ക് പക്ഷേ പാചകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുക്കൽ പെറുക്കൽ ഒതുക്കലാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. പക്ഷേ നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അരിയൊക്കെ പൊട്ടിച്ച് ഇട്ടു. അതിന് ശേഷം ഈ സാധനമൊക്കെ കൊള്ളിക്കുക. ഈ പാത്രമൊക്കെ പഴയ നമ്മുടെ ഈ കൊച്ചു കിച്ചനാണ് ഇവിടെ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ വിശാലമായ കിച്ചണൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ പരിപാടിയിലോട്ടൊക്കെ പോയി. അങ്ങനെ കണ്ട ഇതിനകത്തോട്ട് പൊടിയെല്ലാം പ്ലാസ്റ്റിക്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പാറ്റ വരും. വലിയ പാറ്റയല്ല, കുഞ്ഞു പാറ്റ. ഇവിടെ കുഞ്ഞു പാറ്റയ്ക്ക് ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? കൂറ. നമ്മൾ പാറ്റ എന്നല്ലേ പറയുന്നത്, ഇവിടെ എല്ലാവരും കൂറ എന്ന് പറയുന്നത്. ഇത് ഉണക്ക ചെമ്മീൻ സുവർണ്ണാമ്മയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ തണ്ണീർമുക്കത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബൈ ബൈ.